ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഡ്രാമയാണ്. പേരെന്ന് വെച്ചാൽ അൺകാനി കൗണ്ടർ. ഇതിനകത്ത് ഫാന്റസിയും ഹൊററും ആക്ഷനും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് ഡ്രാമയാണ്. ഈ ഡ്രാമയെ പറ്റി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു കുഞ്ഞു ഫാമിലിനെ കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്. ഇവന്റെ പേര് സോമുൻ എന്നാണ്. ഇവന്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവാണ്. അതേപോലെ തന്നെ വേറൊരു സീൻ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരാളിനെ കുറച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരുമായിരുന്നു. അയാൾ വേഗം തന്നെ നമ്മുടെ ഈ സോമുന്റെ പേരൻസിനെ വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന്. ഈ വിളിച്ച ആളിനെ ആണെങ്കിൽ അതേ സെക്കൻഡിൽ തന്നെ കുറച്ച് ആൾക്കാരെ അറ്റാക്ക് ചെയ്തിട്ട് അയാൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വന്ന് വീണ് അങ്ങ് മരിച്ചു പോകുന്നതാ കാണിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ സോമുനില്ലേ, അവനാണെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആ കാറിന് നേരെ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇവർക്ക് മൊത്തത്തില് അപകടവും പറ്റും. ആ അപകടത്തിൽ നമ്മുടെ സോമിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോകും. അതിനുശേഷം കാണിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സോമുനിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട്. അവന്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ താമസിക്കുന്നത്. അതേപോലെ തന്നെ അവന് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേരെന്ന് വെച്ചാൽ ജൂയോനും അതേപോലെ മിന്നു എന്നാണ്. ഇവർ 3 കട്ട ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവർ 3 ഇപ്പോൾ വരുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂഡിൽസ് ഷോപ്പിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാ. വരുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു ലേഡിയാണെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് 2 പേര് മിസ്സിംഗ് ആണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സോമനായിരുന്നാലും അതൊക്കെ വാങ്ങിയിട്ട് ആ നൂഡിൽസിന്റെ ഷോപ്പില്ലേ അവിടെയായിട്ട് വരും. അത് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒരുതപ്പെട്ടവരെല്ലാം ആ ഷോപ്പിന്റെ മുമ്പിലായിട്ട് ക്യൂ നിൽക്കുവാണ്. നമ്മളുടെ സോമനായിരുന്നാലും ആ ഒരു ആക്സിഡന്റിന് ശേഷം അവന് മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ചെറിയൊരു മുടന്തൊക്കെ ഉണ്ടായിരുന്നു. അവൻ ആ ഷോപ്പിന്റെ മുമ്പിലായിട്ട് വരുന്നതും ആ നൂഡിൽ ഷോപ്പിലുള്ള ആൾക്കാരെയൊക്കെ കാണിക്കും. അതായത് ഇവിടെ മെയിൻ ആയിട്ട് 3 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ആളെന്ന് വെച്ചാൽ ഹന, രണ്ടാമത്തെ ആള് മുത്തോക്ക്, മൂന്നാമത്തെ ആളെന്ന് വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളതാണ്. അവരെ മിസ് ചാ എന്നാ വിളിക്കുന്നത്. ഇവര് 3 പേരെന്ന് വെച്ചാൽ ചില്ലറക്കാരൊന്നും അല്ല. അവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതായത് ഇവര് ഡീമൻ ഹണ്ടേഴ്സ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹന എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, അവൾക്കൊരു വിഷൻ വരും. അതായത് ഏതൊരു സ്ഥലത്തായിട്ട് ഒരു ഡീമൻ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട്. അവൾക്ക് അവന്റെ സൗണ്ടും കേൾക്കും. ഈ സൗണ്ട് വെച്ചിട്ട് അവൾക്ക് മനസ്സിലാവും ഇവനെന്ന് വെച്ചാൽ ലെവൽ 3യിലുള്ള ഡീമനാണ് എന്ന്. അവളത് അവളുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയും. പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി ആ നൂഡിൽസിന്റെ ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങും. പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഹനേനെയാണെങ്കിൽ സോമൻ കാണുന്നതും അവന് ജസ്റ്റ് ഒന്ന് ക്രഷ് അടിക്കും. അവനൊന്ന് അവളെ നോക്കി നിന്ന് പോവും. ഇവർ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാനൊരുങ്ങും. കൂട്ടത്തിൽ തന്നെ ഇവരുടെ കൂടെയുള്ള വേറൊരാളുണ്ട്, ജിയോങ് എന്നാ പേര്. അയാളെയും വിളിച്ച് ഇൻഫോം ചെയ്യും. അതായത് ബ്ലാക്ക് കളർ ഹൂഡിയിട്ട് ഒരു ഡീമനെ കിട്ടിയിട്ടുണ്ട്, അവൻ ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ 3 പേരും പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലെത്തും. അവിടെ എത്തുന്നതും മനസ്സിലാവും അതായത് ഈ നിൽക്കുന്ന ഡീമൻ എന്ന് വെച്ചാൽ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല, അവൻ നല്ല പവർഫുള്ളായെന്ന്. നമ്മുടെ ഹന ഇവനെ കാണുന്നതും അവനെ പിടിക്കാനായിട്ട് ഓടിക്കും. ഇവൻ ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ഒക്കെ നിസ്സാരമായിട്ട് അവൻ ചാടിക്കേറുന്നേ. ഇതേപോലെ തന്നെ നമ്മുടെ ഹനയും ചെയ്യും. മുത്തോക്കായിരുന്നാലും നമ്മുടെ ഹനേനെ ഹെൽപ്പ് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വരും. കൂടാതെ തന്നെ അവിടെയായിട്ട് മൾട്ടിപ്പിൾ കളറിലുള്ള കുറച്ച് ലൈറ്റിങ്സ് കാണും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡീമൻ ഹണ്ടേഴ്സ് ഇല്ലേ, അവരുടെ ടെറിട്ടറി എന്നാ പറയുന്നത്. ഈ ലൈറ്റിങ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇരട്ടിയാവും. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഡീമൻസിനെ അതിന്റെ അകത്ത് കയറ്റാനാ നോക്കുന്നത്. നമ്മുടെ മുത്തോക്കായിരുന്നാലും ഈ ഡീമനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ അവൻ നല്ല പവർഫുൾ ആയിരുന്നു. ഇവന്റെ തലയിലായിട്ട് ഇവനൊരു ചെറിയ പാടും കാണും. എന്നാൽ ഈ ഡീമനാണെങ്കിൽ മുത്തോക്കിനെയൊക്കെ നിഷ്പ്രയാസം അവിടെ നിന്ന് അടിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. പെട്ടെന്ന് തന്നെ അവിടേക്ക് മിസ്ചാ വന്നിട്ട് ഇവരെല്ലാം നേരെയാക്കി ഇവര് വീണ്ടും ആ ഡീമനെ ഫോളോ ചെയ്ത് പോവാനൊരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ആ ജിയാങ് ഇല്ലേ, അയാളാണെങ്കിൽ ഈ ഡീമന് വേണ്ടിയിട്ട് അവരുടെ ടെറിട്ടറി എവിടെയാണോ അപ്പിയർ ആയത് അതേ സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കൂടുതൽ തന്നെ ജിയാങ് പറയും, അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പിടിച്ച് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ വേഗം ഇവിടേക്ക് എത്തിയാൽ മതിയെന്ന്. ആ ഡീമൻ ആയിരുന്നാലും അവിടോട്ട് വരുന്നത് നമ്മുടെ ഈ ജിയാങ് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവനെ നല്ലതുപോലെ പരിക്കേൽപ്പിക്കാനും നോക്കും. എന്നാൽ അവൻ അതൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്നതും ജിയാങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. നമ്മളുടെ ഈ ഹനയായിരുന്നാലും മുത്തോക്കായിരുന്നാലും ഒക്കെ പറയുന്നുണ്ട്, നീ നല്ല സേഫ് ആയിട്ട് നിൽക്കണം, നിനക്കൊന്നും പറ്റരുത് എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു ടെറിട്ടറിയില്ലേ അതവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ്ങിനെ ആയിരുന്നാലും ആ ഡീമൻ പിടിച്ചെടുത്തിട്ട് വയ്ക്കും, നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ ചെയ്തത് എന്ന്. എന്നാൽ ഇവിടെ ജിയാങ് ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അതുകൊണ്ട് തന്നെ അയാളെ ആ സെക്കൻഡിൽ ആ ഡീമൻ ഒരു കമ്പി എടുത്ത് കുത്തി അങ്ങ് കൊന്നുകളയും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഡീമൻ ഇല്ലേ, ജിയാങ്ങിന്റെ ആത്മാവിനെ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. പെട്ടെന്ന് തന്നെ ജിയാങ്ങിന്റെ ദേഹത്ത് നിന്ന് ഒരു ഡിവൈൻ പവർ ഇറങ്ങി അങ്ങ് പോവും. അതൊരു പെണ്ണിൻ്റെതായിരുന്നു. അവളുടെ പേര് വീഗൻ എന്നാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഹനയും മുത്തോക്കും അതേപോലെ മിസ് ചായും ഒക്കെ എത്തും.
ഇവര് നമ്മളുടെ ജിയാങ്ങിന്റെ അവസ്ഥ കാണുന്നതും ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അവരിപ്പോ അവരുടെ കൂടെ ഉള്ളൊരു ടീമേറ്റിനെ അല്ലേ നഷ്ടപ്പെടുത്തിയത്. അതേസമയം തന്നെ നമ്മളുടെ ഈ ജിയാങ്ങിന്റെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയ ആ ഒരു ഡിവൈൻ പവറിനെ കാണിക്കും. അവരിപ്പോ സ്വന്തമായിട്ട് പറയുന്നത് തന്നെ എനിക്ക് കോമയിലുള്ള ഒരാളുടെ ബോഡി കിട്ടണം എന്നാണ്. ഇതും പറഞ്ഞിട്ട് അവരങ്ങനെ പാറി നടക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ സോമുനെയും ഫ്രണ്ട്സിനെയും കാണിക്കും. അവർ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ വീഗന്റെ ആത്മാവില്ലേ, അത് വേഗം തന്നെ നമ്മളുടെ സോമിന്റെ ദേഹത്തായിട്ട് വന്നങ്ങ് കയറും. അതേസമയം തന്നെ അവിടുത്തെ ടൈം എല്ലാം സ്റ്റോപ്പ് ആവും. നമ്മളുടെ സോമനായിരുന്നാലും ആകാശത്ത് ഇങ്ങനെ പറന്നു പോവും. അവന്റെ കണ്ണ് നല്ലതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് കഴിയുന്നതും എല്ലാം നോർമലാവും. എന്നാൽ നമ്മുടെ സോമനിപ്പോ തറയിൽ കിടക്കുവാണ്. അവൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവന്റെ ഫ്രണ്ട്സ് അവനെ കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കാവും. എന്താന്ന് വെച്ചാൽ അവന്റെ ഹെയർ ഇപ്പോൾ നല്ലതുപോലെ ചുരുണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ മുന്നും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അതിനുശേഷം കാണിക്കുന്ന അവന്റെ വീട്ടിൽ വരുന്നതാ. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഗ്രാൻഡ് പേരൻസ് എല്ലാം അവന്റെ ബർത്ത്ഡേ നല്ലതുപോലെ ആഘോഷിക്കും. നമ്മളുടെ സോമനായിരുന്നാലും വീട്ടിൽ വന്ന് കുളിച്ചിട്ട് കണ്ണാടി നോക്കുന്നതും അവൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവന്റെ ഹെയർ കണ്ടിട്ട് അവൻ ആ ഹെയർ നേരെയാക്കാൻ നോക്കുന്നതും അവന്റെ കയ്യിലായിട്ട് ഒരു 5 ഡോട്ടും ഇരിക്കുന്ന കാണും. അവനത് മായ്ക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് നോക്കും. എന്നാൽ അവൻ മായ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒടിഞ്ഞു പോകുന്നതല്ലാണ്ട് അത് മായുന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സോമനായിരുന്നാലും വന്ന് കിടക്കാൻ നേരത്ത് ആ കൈ നോക്കിയിട്ട് ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കും. അവൻ ആ കൈയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വേറൊരു വേൾഡിലായിട്ട് ചെല്ലും. അവിടെ കണ്ണു തുറക്കുന്നതും അവന്റെ അടുത്ത് വൈറ്റ് ഡ്രസ്സ് ഇട്ട ഒരു ലേഡി വന്ന് നിൽക്കും. എന്നിട്ട് ചോദിക്കും, നിന്റെ പേര് സോമൻ എന്നാണല്ലേ? എന്റെ പേര് വീഗൻ എന്നാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോമൻ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചാടി എങ്ങി എഴുന്നേക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ സോമൻ സ്കൂളിലായിട്ട് ചെല്ലുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സോമന്റെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അവനെയാണെങ്കിൽ ഒരു ചെറുക്കൻ നല്ലതുപോലെ ബുള്ളി ചെയ്യും. ഇത് കാണുന്ന നമ്മുടെ സോമനാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ വന്നിട്ട് ഇവനെ ബുള്ളി ചെയ്യുന്നതൊക്കെ തടയും. എന്നാൽ ഇത് കാണുന്നതും ഈ സീനിയർ ആയിട്ടുള്ള ചെറുക്കന്മാരില്ലേ, അവന്മാരെ നമ്മളുടെ സോമനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ക്ലാസ് ടീച്ചർ വരുന്നതും അവിടെ എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ആ ഹനയുടെയൊക്കെ ന്യൂഡിൽ ഷോപ്പില്ലേ, അവിടെയായിട്ടൊരു ചെയർമാൻ വരുന്നതാണ്. ഇയാളും ഒരു ഡീമൺ ഹണ്ടർ തന്നെയാണ്. ഇയാളാണ് ഇവർക്ക് വേണ്ടുന്ന ക്യാഷ് എല്ലാം കൊടുക്കുന്നത്. അയാൾ ഫ്യൂണറലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാ വന്നേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ പറയും, നമ്മളുടെ വീഗനാണെങ്കിൽ ഇപ്പൊ വേറൊരു ചെറുക്കൻ്റെ ദേഹത്തായിട്ട് കയറിയിട്ടുണ്ട് എന്ന്. യഥാർത്ഥത്തില് ഈ പറഞ്ഞ ഡിവൈൻ പവേഴ്സ് ഉള്ള ആൾക്കാരില്ലേ, അവർ കോമയിൽ കിടക്കുന്ന ആൾക്കാരുടെ ദേഹത്ത് മാത്രമേ കയറത്തുള്ളൂ. കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ വിളിക്കുന്ന പേരാണ് കൗണ്ടേഴ്സ് എന്ന്. ഇവിടെയായിട്ട് പറയും, ഇപ്പൊ നമുക്ക് പുതിയൊരു കൗണ്ടറിനെ കിട്ടിയിട്ടുണ്ട്, അവനെ നമുക്ക് എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് സെറ്റാക്കി എടുക്കണം എന്ന്. എന്നാൽ ഇവിടെ വീഗൻ എന്തിന്റെ പേരിലാണ് ജീവനോടെ നടന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കൻ്റെ ദേഹത്ത് കയറിയതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല. കൂട്ടത്തിൽ തന്നെ ഇവരാണെങ്കിൽ ആ ഡീമനെ പറ്റി സംസാരിക്കും. അവന് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരാളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് മാറ്റാൻ തന്നെ കഴിയുന്നുണ്ട്. നമ്മുടെ ഹനയ്ക്കായിരുന്നാലും അവന്റെ മെമ്മറീസ് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡീമനാണ് എന്നൊക്കെ ഇവർ സംസാരിക്കും. അതിനുശേഷം കാണിക്കുന്നേ നമ്മളുടെ സോമുന്റെ ഫ്രണ്ടാണെങ്കിൽ ഇവനെ വന്ന് വഴക്ക് പറയുന്നതാ, നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് ചോദിച്ചിട്ട്. യഥാർത്ഥത്തിൽ അവന്റെ ടെൻഷൻ എന്ന് പറയുന്നത് സോമുനെ ഇവന്മാരെല്ലാവരോടും അറ്റാക്ക് ചെയ്യൂ എന്നാൽ സോമനാണെങ്കിൽ പറയും, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തനിച്ച് അവന്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഇടവഴിയിൽ ഇവന്മാർ നമ്മുടെ സോമിന് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ഇവന്റെ ബാഗൊക്കെ തുറന്ന് ഇവനെ നല്ലതുപോലെ ബുള്ളി ചെയ്യാൻ തുടങ്ങും. നമ്മുടെ സോമിന്റെ കയ്യിലായിരുന്നാലും അവന്റെ അമ്മ അവസാനമായിട്ട് കൊടുത്തിട്ട് പോയ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ടായിരുന്നു. ഇത് ഇവന്മാരെടുത്ത് വെച്ചിട്ട് ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ഇവനെ നല്ലതുപോലെ ഇറിറ്റേറ്റ് ചെയ്യും. നമ്മുടെ സോമനായിരുന്നാലും കാല് വയ്യാത്തതല്ലേ, അവൻ അങ്ങനെ അത്ര പെട്ടെന്ന് ഇവന്മാരെ അങ്ങനെ എതിർത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഹന വരും. ഹന വന്നിട്ട് ഇവന്മാരെ എല്ലാം അടിച്ച് ശരിയാക്കും. എന്നിട്ട് നമ്മളുടെ സോമനെ കണ്ടിട്ട് ചോദിക്കും, നീയല്ലേ മുന്നെന്ന്. ഇത് കേൾക്കുന്നേ അവൻ അതേ എന്ന് പറയും. നമ്മുടെ സോമനായിരുന്നാലും ഹനനെ നല്ലതുപോലെ അറിയാം. എന്താന്ന് വെച്ചാൽ അവൻ ആ നൂഡിൽസിന്റെ ഷോപ്പിൽ പോയിട്ടുണ്ടല്ലോ. ഇവിടെയായിട്ട് നമ്മുടെ ഹന ഇവനെ വിളിച്ചുകൊണ്ട് അവരുടെ ആ നൂഡിൽ ഷോപ്പിലോട്ട് പോകാനായിട്ട് ഒരുങ്ങും. കാറിലിരിക്കുന്നതും അവള് പറയും, നീ ഒരു സ്വപ്നം പോലത്തെ എന്നാൽ റിയാലിറ്റി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവം കണ്ടില്ലായിരുന്നോ? അപ്പൊ നമ്മുടെ സോമന് ഓർമ്മ വരും. അതായത് വീഗൻ എന്ന് പറയുന്ന ഒരു വെള്ള ഡ്രസ് ഇട്ട ലേഡീനെ കണ്ടില്ലേ, അവനത് പറയും. അപ്പൊ നമ്മുടെ ഹന പറയും, നീയും ഞാനും ഒക്കെ ഒരേപോലാണെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ആ കറുത്ത ഡൗട്ടില്ലേ അത് കാണിച്ചു കൊടുക്കും. ഇത് കാണുന്നേ സോമൻ ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ വരുന്നത് ആ നൂഡിൽസിന്റെ ഷോപ്പിലായിട്ടാണ്. അവിടെ എത്തുന്നതും ഇവരെല്ലാവരോട് ചേർന്നിട്ട് നമ്മുടെ സോമന് ക്ലാസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങും.
തുടങ്ങും. അതായത് ഇവർ പ്രാക്ടിക്കലി പറഞ്ഞാൽ ഗ്രീം റീപ്പേഴ്സ് ആണ്, മരിച്ച ആൾക്കാരുടെ ആത്മാവിനെ പരലോകത്തോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. അങ്ങനെ ഇവന് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. അതേപോലെ തന്നെ നമ്മളുടെ മുത്തോക്കാരനാൽ ഇവനെ കണ്ടിട്ട് പറയും, ഈ സ്കൂൾ ചെറുക്കനാണോ നമ്മളെ സഹായിക്കാൻ പോകുന്നത്? പക്ഷെ എനിക്ക് ഇവനെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ സോമന് ഇയാളെ അറിയത്തേ ഉണ്ടായിരുന്നില്ല. ഇവിടെയായിട്ട് നമ്മുടെ മിസ് ചാ പറയും, നിന്റെ കയ്യിലുള്ള ഈ കറുത്ത ഡോട്ടിലെ ഇതാണ് നിന്നെ വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്നത്. നീ ഇത് ഹേർട്ടിലായിട്ട് വെച്ചിട്ട് 1 2 3 എണ്ണിയാൽ മാത്രം മതി, നീ ആ സ്ഥലത്തായിട്ട് എത്തുമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോമനാണെങ്കിൽ നെഞ്ചിലായിട്ട് കൈ വെച്ചിട്ട് അങ്ങനെയൊന്ന് എണ്ണുന്നതും പെട്ടെന്ന് തന്നെ അവൻ അടുത്ത വേൾഡിലായിട്ട് ചെല്ലും. അവിടെ ചെല്ലുന്ന നമ്മളുടെ ആ വീഗനാണെങ്കിൽ ഇവനെ കൊണ്ടുവന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ ഇവന്റെ ഡ്യൂട്ടിയും പറഞ്ഞു കൊടുക്കും. അവർ പറയുന്നുണ്ട്, ഈ മനുഷ്യരുടെ ലോകത്തിലായിട്ട് കുറെ ഈവിൾ സ്പിരിറ്റ് വരും, അവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ആൾക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതായത് സാധാരണക്കാരിലും ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടല്ലോ, അവരിലായിട്ടാണ് ഈവിൾ സ്പിരിറ്റ് കൂടുതലും വളർന്നു വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ വേറൊരു ലോകത്തായിട്ട് പറഞ്ഞയക്കണം, ഇതൊക്കെയാണ് നിന്റെ ഡ്യൂട്ടി എന്ന് പറയും. പക്ഷെ കൂട്ടത്തിൽ തന്നെ അവർ വാൺ ചെയ്യും, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കും. എന്താന്ന് വെച്ചാൽ ഇത് നല്ല റിസ്ക് ഉള്ള പണിയാണ്, നീ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്, നിനക്ക് ഒരാഴ്ച സമയം തരാം, നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോമൻ ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ കണ്ണു തുറക്കുന്നത് നമ്മളുടെ ഹനിയുടെ അടുത്തും മുത്തോക്കിൻ്റെ അടുത്തും മിസ് ചായയുടെ മുമ്പിലായിട്ട് പറയും, എനിക്ക് ഒരിക്കലും ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന്. എന്താന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിന് ഞാൻ മാത്രമേ ഉള്ളൂ, അവർക്ക് മുന്നേ ആയിട്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല എന്ന് അവൻ അവിടെ തീർത്ത് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മുത്തോക്കാരെന്നാലും പറയും, ഇവനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഇവൻ നമ്മളുടെ സത്യമൊക്കെ അറിഞ്ഞതല്ലേ, അതുകൊണ്ട് ഇവന്റെ മെമ്മറി എല്ലാം മായ്ച്ചു കളയണം. എന്നാൽ നമ്മളുടെ സോമൻ പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ആരുടെ പറയത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. ആ നൂഡിൽ ഷോപ്പിന്റെ പുറത്തിറങ്ങുന്നതും അവന്റെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് കോൾ വരും. എന്നിട്ട് പറയും, നീ ഒരു ബിൽഡിങ്ങിലായിട്ട് വരണം, നിന്റെ ഫ്രണ്ടിനെ ഞങ്ങൾ ഇവിടെ കെട്ടിവെച്ചേക്കുക എന്ന്. ഇതെല്ലാം നമ്മളെ ഹനയും കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സോമൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തായിട്ട് വരും. ഇവന്മാരാണെങ്കിൽ നമ്മുടെ സോമന്റെ അടുത്ത് ചോദിക്കും, അല്ല നിന്നെ നേരത്തെ രക്ഷിക്കാൻ വന്ന ആ പെണ്ണെന്തിയെ, അവളെയും കൂടി വിളിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നോ? എന്നാൽ നമ്മുടെ സോമനാണെങ്കിൽ ഇവന്മാരുടെ കൂടെ അടി കൂടാൻ തുടങ്ങും. സോമന്റെ കയ്യിൽ ഇപ്പോൾ നല്ല പവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവൻ ആദ്യമേ ആ പവർ യൂസ് ചെയ്തിട്ട് ഇവന്മാരെ അടിക്കാൻ വരുന്നവരെയൊക്കെ തടഞ്ഞൊക്കെ നിർത്തും. എന്നാൽ അവന് ഒരുപാട് നേരം അത് ഹോൾഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവസാനം നമ്മളുടെ സോമനെ എല്ലാണ്ണവും കൂടി എടുത്തിട്ട് നല്ലതുപോലെ അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ നൂഡിൽ ഷോപ്പിലുള്ള ആൾക്കാരില്ലേ, അവർ 3 പേരും എത്തും. അവരിവിടെ വന്നിരിക്കുന്ന തന്നെ നമ്മുടെ സോമനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇവന്മാരെല്ലാം അടിച്ച് നേരെയാക്കും. കൂട്ടത്തിൽ തന്നെ ഇവരുടെയൊക്കെ കൈയും കാലും ഒക്കെ ഒടിക്കും. അതെല്ലാം നമുക്ക് സീനിൽ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ മിസ് ചായില്ലേ, അവരാണെങ്കിൽ ആ ഒരു ടെറിട്ടറി പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇവന്മാരുടെ എല്ലാം മെമ്മറിയും വായിച്ചിട്ട് അവരുടെ കാലും കൈയും ഒക്കെ നേരെയാക്കി കൊടുക്കും. അവന്മാർക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ അവന്മാർക്കൊന്നും ഒന്നും പറ്റത്തുമില്ല. യഥാർത്ഥത്തിൽ ഈ കൗണ്ടേഴ്സിന് സാധാരണ മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ അപ്പോഴും തന്നെ നേരെയാക്കി പഴയതുപോലെ ആക്കണം എന്നുള്ളതാണ് ഇവരുടെ റൂള്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ സോമനെയും കൊണ്ട് ഈ കൗണ്ടേഴ്സ് അവരുടെ ആ നൂഡിൽ ഷോപ്പിലായിട്ട് വരുന്നതാണ്. ഇവിടെ എത്തുന്നത് നമ്മളുടെ മിസ് ചായ ആണെങ്കിൽ നമ്മളുടെ സോമുന്റെ കാലില്ലേ, ആ കാലങ്ങ് നേരെയാക്കി കൊടുക്കും. അവൻ എഴുന്നേക്കുന്നതും അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവന്റെ കാല് തറയിൽ കുത്തുന്നതും പെട്ടെന്ന് തന്നെ അവനങ്ങ് വീഴാനായിട്ടൊരുങ്ങും. യഥാർത്ഥത്തിൽ അവന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവന്റെ കാലിപ്പോ നേരെയായി എന്ന്. ഇതറിയുന്നേ നമ്മളുടെ സോമൻ അവിടെ നിന്ന് സന്തോഷത്തിൽ ഇറങ്ങി ഒറ്റൊരു ഓട്ടവാ. അവനപ്പോൾ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ആലോചിക്കും, കുഞ്ഞിലെ അവന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയെടുത്തും ഓടി വന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചതൊക്കെ അവൻ ഭയങ്കര ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ മിസ് ചാ പറയും, നിനക്കറിയാവോ ഞങ്ങൾ 3 പേരും കോമയിൽ കിടന്നതാണ്. ആ സമയത്താണ് ഞങ്ങൾക്ക് എഴുന്നേക്കാനുള്ളൊരു ഓപ്ഷനായിട്ട് കൗണ്ടർ ആവാനുള്ള ഒരു ഓപ്ഷൻ തന്നെ കിട്ടിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. എന്നാൽ നിന്റെ കാര്യം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നീ യഥാർത്ഥത്തിൽ ജീവനോടെ ഉള്ളപ്പോൾ തന്നെയല്ലേ നിനക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയത്. അങ്ങനെയാകുമ്പോൾ നിനക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ സോമൻ പറയും, 7 വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ അച്ഛനെ അമ്മേനെ ഒരു കാർ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു പോയി എന്ന്. അപ്പോഴും നമ്മളുടെ മിസ് ചായ ആയിരുന്നാലും പറയും, ദാ ഈ ഇരിക്കുന്ന മുത്തോക്കില്ലേ, ഇവനായിരുന്നാലും 7 വർഷം മുന്നേ ആയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് ഇവൻ്റെ ഓർമ്മശക്തിയെല്ലാം നഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നത്, ഇവനൊന്നും തന്നെ ഓർമ്മയില്ല എന്നൊക്കെ പറയും. ഇവിടെ നമ്മളുടെ സോമൻ നല്ല ഇമോഷണൽ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഹനയ്ക്ക് ഒരു വിഷം വരും. അതായത് ലെവൽ 1 ഒരു ഈവിൾ സ്പിരിറ്റ് ഈ പരിസരത്തായിട്ട് ഉണ്ട് എന്ന്. അവരതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകാനിറങ്ങും. പെട്ടെന്ന് തന്നെ മുത്തോക്കായിരുന്നാലും നമ്മളുടെ സോമന് കുറച്ച് ക്ലാസ് എടുത്തു കൊടുക്കും. അതായത് ലെവൽ 1 എന്ന് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവത്തേ ഇല്ല അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട് എന്ന്. ലെവൽ 2 എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലായിട്ട് ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങും. ലെവൽ 2 ആൾക്കാരാണ് എപ്പോഴും കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത്. ലെവൽ 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഈവിൾ സ്പിരിറ്റിന്റെ
സൗണ്ടിൽ തന്നെ ചേഞ്ചസ് വരും. അതായത് ഇവരിപ്പോൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും, ആൾക്കാരെയൊക്കെ കൊന്നിട്ട് അവരുടെ സോളൊക്കെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയിരിക്കുമെന്ന്. ലെവൽ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത അത്രയും പവേഴ്സ് ഉള്ള ഈവിൾ സ്പിരിറ്റ് ആയിരിക്കും എന്നൊക്കെ മുത്തോക്ക് പറയും. ഇവിടെ ആയിരുന്നാലും നമ്മുടെ സോമൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവനും ഇവരുടെ കൂടെ പോകാനായിട്ട് ഒരുങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഹന പറയും, അതായത് അവള് കണ്ട വിഷനകത്ത് ഒരാളാണെങ്കിൽ ഒരു കുട്ടീനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു എന്ന്. ഇവരങ്ങനെ ആ ഒരു ഈവിൾ സ്പിരിറ്റിനെ തിരക്കി ഇറങ്ങാനായിട്ട് ഒരുങ്ങും. ഇവിടെയായിട്ട് എല്ലാവരും സ്പ്ലിറ്റ് ചെയ്താ അന്വേഷിച്ചിറങ്ങുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ സോമനായിരുന്നാലും ഒരു കൊച്ചുകുട്ടീനെ കാണും. അതവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. അവൻ എന്നാ ആ കുട്ടിയുടെ ആ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നും. അവൻ ആ വീട്ടിനകത്തോട് ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞു നോക്കുന്നതും മനസ്സിലാവും. അതായത് അവിടെ ഉള്ളൊരു ലേഡി ആണെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ സോമനായിരുന്നാലും ഇക്കാര്യം ബാക്കിയുള്ളവരെ എല്ലാം ഇൻഫോം ചെയ്യും. എന്നാൽ അവർ പറയും, നമ്മളുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈവിൾ സ്പിരിറ്റിനെ നോക്കുക എന്നുള്ളതാണ്, നീ വേറൊന്നും മൈൻഡ് ആക്കണ്ട. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ സോമൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് ആ കുട്ടീനെ രക്ഷിച്ചേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും എന്ന്. പെട്ടെന്ന് തന്നെ സോമനാണെങ്കിൽ ആ വീട്ടിൽ കയറിയിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കും. അവിടെയായിട്ട് പെട്ടെന്ന് നമ്മുടെ മുത്തോക്കും വരും. ആ ലേഡീനെ പിടിച്ച് മാറ്റിയിട്ട് അയാളുടെ ദേഹത്തായിട്ട് കൈവച്ച് നോക്കുന്നേ മനസ്സിലാവും. അതായത് ഇവർ നേരത്തെ അന്വേഷിച്ച് വന്ന ആ ഈവിൾ സ്പിരിറ്റ് ഇയാൾ തന്നെയായിരുന്നു. ഇയാളുടെ ഭാര്യേനെയും കുട്ടീനെയൊക്കെ ഉപദ്രവിക്കാൻ നേരത്ത് ആ ഭാര്യ ഈ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ നല്ലതുപോലെ ഉപദ്രവിച്ചത്. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയ്ക്ക് മനസ്സിലാവും, അതായത് ഇവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റ് ഇയാൾ തന്നെയാ എന്ന്. നമ്മുടെ സോമനായിരുന്നാലും ആ കുട്ടീനെ എടുത്തു വെച്ചിട്ട് നോക്കും. അവനിപ്പോൾ പൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ്ച വന്നിട്ട് അവരാണെങ്കിൽ ഇവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ മിസ്ചയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ രക്ഷിക്കുക, ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം തന്നെ നമ്മുടെ ഹനയായിരുന്നാലും അവളുടെ ആ ഒരു പവേഴ്സ് വെച്ചിട്ട് ഈ ഈവിൾ സ്പിരിറ്റില്ലേ ഇയാളുടെ കൈയെടുത്ത് അയാളുടെ നെഞ്ചിലായിട്ട് വെച്ചിട്ട് യഥാർത്ഥ ഈവിൾ സ്പിരിറ്റിനെ അവളോട്ട് ആവാഹിച്ചെടുക്കും. അയാളുടെ ഫേസ് തന്നെ ചേഞ്ച് ആയിരുന്നു. അയാൾ പറയും, എനിക്ക് ആ കുട്ടിയുടെ ആത്മാവിനെ കഴിക്കാൻ പറ്റിയില്ല എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹന ഇവനെയാണെങ്കിൽ ആ ഒരു ഹെല്ലിലായിട്ട് അങ്ങ് പറഞ്ഞു വിടും. അതിനുശേഷം കാണിക്കുന്ന ഇവർ 4 പേരും കൂടി ആ നൂഡിൽസിന്റെ ഷോപ്പില്ലേ അവിടെ ഇരുന്നൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മളുടെ ഹനയായിരുന്നാലും മുത്തോക്കായിരുന്നാലും മിസ്ചായായിരുന്നാലും നമ്മളുടെ സോമിനെ നല്ലതുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അവനാണല്ലോ ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. എന്നിട്ട് ചോദിക്കും, നിനക്ക് ഇപ്പോഴും കൗണ്ടർ ആവാൻ ഒട്ടും ആഗ്രഹമില്ലേ? ഇവിടെ നമ്മളുടെ സോമനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ്ചായാണെങ്കിൽ ഇവൻ അവന്റെ യൂണിഫോം എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് ഒരാഴ്ച സമയമുണ്ട്, നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന്. ഇവിടെ നമ്മളുടെ മുത്തോക്ക് പറയുന്നുണ്ട്, ഒരാഴ്ചയൊന്നുമില്ല, 1 ദിവസം സമയം തരാം, നീ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ട് പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ആളിനെ എടുക്കാനാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോമനാണെങ്കിൽ വീട്ടിൽ വരാനെടുത്ത അവന്റെ മുത്തശ്ശി അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. മുത്തശ്ശിക്ക് യഥാർത്ഥത്തിൽ നല്ല മറവി രോഗമുണ്ട്. എന്നാൽ അവിടെയായിട്ട് നമ്മുടെ സോമനാണെങ്കിൽ അവരുടെ മുമ്പിൽ നടന്നിട്ട് പറയും, മുത്തശ്ശി എനിക്കിപ്പോൾ നടക്കാൻ പറ്റുമെന്ന്. ഇത് കാണുന്നേ മുത്തശ്ശി ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ സോമനാണെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടെ അടുത്തായിട്ട് വരുന്നതാ. ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. നമ്മുടെ സോമനെ കാണുന്നേയും നമ്മുടെ ഹനയ്ക്കും മുത്തോക്കിനും മിസ് ചായ്ക്കും ഒക്കെ നല്ല സന്തോഷമാവും. അവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ സോമനാണെങ്കിൽ ഇന്നലെ വീഗനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരിവൻ്റെ അടുത്ത് 3 റൂൾസ് പറയും. അതായത് ഇവന്റെ പേഴ്സണൽ റിവഞ്ചിന് വേണ്ടിയിട്ട് അവനവന്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇവന് സാധാരണക്കാരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. 3ാമത്തെ കാര്യം, ഇവൻ ഒരിക്കലും ആൾക്കാരുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഇവനൊരു കൗണ്ടർ ആണ് എന്നുള്ള കാര്യം. ഇതെല്ലാം നമ്മളുടെ സോമൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മുത്തോക്കില്ലേ അവനാണെങ്കിൽ നമ്മളുടെ ഈ സോമിന്റെ കയ്യിലായിട്ട് കുറച്ച് മഷി തേച്ചു കൊടുക്കുന്നയാ. എന്നിട്ട് പറയും, ഈ ഭിത്തിയിലായിട്ട് നീ എത്രത്തോളം മുകളിൽ ചാടിയിട്ട് ഈ കൈ പതിപ്പിക്കുന്നോ അതായിരിക്കും നിന്റെ ഐഡന്റിറ്റി എന്ന്. ഇവിടെ എല്ലാവരും അവരവരുടെ ആ ഒരു ടാലന്റ് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ സോമൻ പെട്ടെന്ന് തന്നെ അവൻ ചാടി ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലായിട്ട് എത്തും. എന്നിട്ട് അവൻ അവിടെയായിട്ട് കൈ എടുത്ത് വെക്കും. യഥാർത്ഥത്തിൽ അവന് മുന്നേ ഉണ്ടായിരുന്ന ജിയോങ്ങില്ലേ അയാൾ അതിനേക്കാട്ടിയും ദൂരത്തിൽ ട്രാവൽ ചെയ്തിട്ട് കൈ അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും എല്ലാവരും ഷോക്കാവും. അവരൊക്കെ വിചാരിക്കും നമ്മുടെ സോമൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുട്ടിയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സ്കൂളിലായിട്ടാണ്. നമ്മളുടെ സോമനെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്ത ചെറുക്കന്മാരില്ലേ അവന്മാർ വന്ന് സോമനോട് ചോദിക്കും, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ സോമൻ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ബോധം കെട്ടി കിടക്കുമായിരുന്നു എന്ന്. ഇവിടെയായിട്ട് ഇവന്മാരെല്ലാവരോട് ചേർന്ന് സോമനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവനും നല്ല ദേഷ്യം വരും. അവന്റെ അമ്മേനെ പറ്റിയൊക്കെ പറയുന്നുണ്ടിട്ട് സോമൻ വെറുതെ ഇരിക്കത്തൊന്നുമില്ല, അവനും തിരിച്ച് നല്ലതുപോലെ കൊടുക്കും. ഇത് കാണുന്നതും എല്ലാവരും ഷോക്കായിട്ടുണ്ടായിരുന്നു. അവർ വിചാരിക്കും, എങ്കിലും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും നല്ല പവേഴ്സ് കിട്ടിയത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോമനാണെങ്കിൽ മുത്തോക്കിന്റെ കൂടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. മുത്തോക്കായിരുന്നാലും പറയും, കൊറിയയിൽ ഇപ്പോൾ 5 കൗണ്ടേഴ്സ് ആണ് ഉള്ളത്, അതിനകത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെയർമാനും ഉണ്ട്,
ആളാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്യാഷും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. ഇവിടെയായിട്ട് ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യൽ പവർ ഉണ്ട്. ഹനയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവക്കാണെങ്കിൽ കൗണ്ടേഴ്സിനെ തിരിച്ചറിയാൻ പറ്റും. കൂട്ടത്തിൽ തന്നെ അവർക്ക് അവരുടെ മെമ്മറീസും വായിക്കാൻ പറ്റും. മിസ് ചായ എന്ന് വെച്ചാൽ ഹീലിങ്ങിൻ്റെ മെയിൻ ആളാണ്. എൻ്റെ പവർ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. അതേപോലെ നീ നിൻ്റെ സ്വന്തമായിട്ടുള്ള പവർ കണ്ടുപിടിക്കണം, അതായിരിക്കും നിൻ്റെ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നതും സോമനും ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് അവനാ നൂഡിൽസിൻ്റെ ഷോപ്പിലായിട്ട് വരുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ലാസ്റ്റിലുള്ള ആ ഒരു ഈവിൾ സ്പിരിറ്റ് ഇല്ലേ, അവൻ്റെ ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ സോമനിരുന്ന് ചിരിക്കാൻ തുടങ്ങും. കാര്യം ആ ഫോട്ടോ അത്രയ്ക്കും കോമഡിയാ. അവനതാണെങ്കിൽ കണ്ടിട്ട് അവൻ അവൻ്റേതായിട്ടുള്ള രീതിക്ക് നല്ലൊരു പടം വരച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് വെച്ചിട്ട് നമുക്ക് ആ ഈവിൾ സ്പിരിറ്റിനെ കണ്ടുപിടിക്കാമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ഹനയായിരുന്നാലും മുത്തോക്കായിരുന്നാലും ഒക്കെ നമ്മളുടെ സോമനെ നല്ലതുപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാ. സോമന് അടി കൊണ്ട് ഒരു പരുവാവും നമ്മുടെ ഹനയുടെയൊക്കെ കയ്യിൽ നിന്ന്. മുത്തോക്കായിരുന്നാലും അവൻ്റെ അടുത്ത് പറയും, നീ എപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. ഇവിടെ നമ്മളുടെ സോമനാണെങ്കിൽ പഞ്ചിങ് ബാഗിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പഞ്ച് കൊടുക്കുന്നേ ആ ബാഗ് തന്നെ കീറിപ്പോവും. അതായത് അവൻ്റെ പവേഴ്സ് ഇപ്പോഴും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സോമൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. അവനാണെങ്കിൽ നല്ലതുപോലെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. അടുത്ത ദിവസം നമ്മുടെ സോമനാണെങ്കിൽ മിസ്റ്ററുടെ അടുത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ വരും. അതായത് ഇവർ വേറൊരു ഫൈറ്റിന് വേണ്ടിയിട്ട് പോവുക എന്ന്. അങ്ങനെ നമ്മളുടെ സോമനാണെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. അവിടെയായിട്ട് ഹന പറയും, ഞാനിപ്പോൾ കണ്ട ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ലെവൽ 2ഓ ലെവൽ 3ഓ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അവൻ ഇതുവരെ 3 ആൾക്കാരെയാണ് കൊന്ന് അതിൻ്റെ ആത്മാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒരാൾ കയ്യിലായിട്ട് ഒരു കത്തി വെച്ചിട്ടുണ്ട്. ഒരു പെങ്കൊച്ചിങ്ങനെ നടന്നു പോവുകയാണ്. ഇവൻ തന്നെയായിരിക്കും ഇവരുദ്ദേശിക്കുന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റ്. നമ്മുടെ സോമനും ടീംമേറ്റ്സും കൂടെ ഇപ്പൊ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.